നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ വർഷം മൂന്നാം കേരള സന്ദർശനം നടത്തിയിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തൃശ്ശൂരിനും തിരുവനന്തപുരത്തിനും പിന്നാലെ പത്തനംതിട്ടയിലും ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തിയിരിക്കുകയാണ്. ശബരീശന്റെ മണ്ണിൽ പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത് ശരണം വിളികളോടെയായിരുന്നു. സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രം പ്രധാനമന്ത്രി മുഴക്കി. പ്രധാനമന്ത്രിയുടെ ശരണം വിളി വന്നതിന് തൊട്ടു പിന്നാലെ സ്റ്റേഡിയം മുഴുവൻ ശരണം വിളിയായിരുന്നു. പത്തനംതിട്ടയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് മലയാളത്തിലാണ് പ്രധാനമന്ത്രി പ്രസംഗത്തിന് തുടക്കമിട്ടത്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രി പത്തനംതിട്ടയിൽ എത്തിയത്. നിർണായകമായ ചില പ്രതികരണങ്ങളാണ് മോദി പത്തനംതിട്ടയിൽ നടത്തിയിരിക്കുന്നത്. ഇത്തവണ പത്തനംതിട്ടയിലും താമര വിരിയുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പത്തനംതിട്ടയിലെ ജനങ്ങൾക്ക് യുവത്വത്തിൻ്റെ ഊർജം കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. NDA സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി യുവത്വത്തിൻ്റെ പ്രതീകമാണ് എന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. NDAക്ക് ഇത്തവണ 400-ലധികം സീറ്റുകൾ കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ മാറി മാറി വരുന്ന ഇടത് വലത് സർക്കാരുകൾ കെടുകാര്യസ്ഥതയുടെ പ്രതീകങ്ങളാണ് എന്ന വിമർശനവും പ്രധാനമന്ത്രി ഉന്നയിച്ചു. കേരളത്തിലെ റബ്ബർ കർഷകർ എത്രമാത്രം പ്രയാസപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് ജനങ്ങൾക്കറിയാമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. കേരളത്തിലെ സർക്കാർ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയാണ്. വളരെ മോശം ക്രമസമാധാന നിലയിലൂടെയാണ് കേരളം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യൻ പള്ളികളിലെ പുരോഹിതന്മാർ പോലും അക്രമത്തിന് ഇരയാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. കേരളത്തിലെ കോളേജ് ക്യാമ്പസുകൾ കമ്മ്യൂണിസ്റ്റ് താവളമായി എന്നൊരു പരാമർശം കൂടി ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയിരിക്കുകയാണ്. യുവാക്കളടക്കം പേടിച്ച് ജീവിക്കേണ്ടി വന്നിരിക്കുകയാണ്. എന്നാൽ കേരളത്തിലെ സർക്കാർ ഇതെല്ലാം കണ്ടില്ല എന്ന് നടിക്കുകയാണ് എന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. പ്രമാടം രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രി എത്തിയത്. റോഡ് മാർഗമാണ് ജില്ലാ സ്റ്റേഡിയത്തിലേക്ക് പോയത്. രാവിലെ കന്യാകുമാരിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷമാണ് അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് എത്തിയത്. എന്തായാലും പ്രധാനമന്ത്രിക്ക് ആവേശോജ്വലമായിട്ടുള്ള സ്വീകരണമാണ് പത്തനംതിട്ടയിലെ ജനങ്ങൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മോദി മോദി എന്ന ആർപ്പ് വിളിച്ചാണ് പ്രധാനമന്ത്രിയെ പത്തനംതിട്ട സ്റ്റേഡിയത്തിൽ മോദി മോദി എന്ന ആർത്ത് വിളിച്ചാണ് അദ്ദേഹത്തെ പത്തനംതിട്ട സ്വീകരിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനോടനുബന്ധിച്ച് പത്തനംതിട്ടയിലെത്തിയ പ്രധാനമന്ത്രിയെ ആറ്റിങ്ങൽ മണ്ഡലം സ്ഥാനാർത്ഥി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഓണവില്ല് നൽകിയാണ് സ്വീകരിച്ചത്. അനിൽ ആന്റണി പള്ളിയോടത്തിന്റെ മാതൃകയും ആറന്മുള കണ്ണാടി പതിപ്പിച്ച ഭാരതത്തിന്റെ ഭൂപടത്തിന്റെ മാതൃകയും സമ്മാനിച്ചു. ആലപ്പുഴ മണ്ഡലം സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ നടരാജ വിഗ്രഹം സമ്മാനിച്ചു. അക്കാമ ചെറിയാന്റെ ഛായാചിത്രം പത്മജ വേണുഗോപാൽ പ്രധാനമന്ത്രിക്ക് കൈമാറി. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള നേതാവ് പ്രകാശ് ജാവേക്കർ അടക്കം പ്രമുഖർ വേദിയിലുണ്ടായിരുന്നു. അതേസമയം അനിൽ ആന്റണി, അതായത് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയും നിർണായകമായ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും ഒരു കാര്യം പ്രഖ്യാപിച്ചാൽ അത് ചെയ്തിരിക്കുമെന്ന് പത്തനംതിട്ട NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി പറഞ്ഞു. അയോധ്യ രാമക്ഷേത്രം, ആർട്ടിക്കിൾ 370, CAA ഇതൊക്കെ പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയ കാര്യങ്ങളാണെന്നും അത് നടപ്പിലാക്കിയെന്നും അനിൽ ആന്റണി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിലായിരുന്നു അനിൽ ആന്റണി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. ഭാരതത്തിന്റെ സുവർണ കാലഘട്ടങ്ങളായിരുന്നു കഴിഞ്ഞ 10 വർഷമെന്നാണ് അനിൽ ആന്റണി പറഞ്ഞത്. ഓരോ മേഖലയിലും ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത വളർച്ച കൈവരിച്ചുവെന്നും അനിൽ ആന്റണി ചൂണ്ടിക്കാണിച്ചു. 67 വർഷത്തിൽ നടക്കാത്ത വികസനങ്ങൾ 10 വർഷം കൊണ്ട് മോദി സർക്കാർ നടപ്പിലാക്കി. CAA തടുക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. എല്ലാ മേഖലയിലും കേരളം മാത്രം പുറകിലേക്ക് പോകുന്നുവെന്നും അനിൽ ആന്റണി കുറ്റപ്പെടുത്തി. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ളത്. RBIയുടെ കണക്കനുസരിച്ച് വളർച്ചാ നിരക്ക് ഏറ്റവും കുറവുള്ള 3 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. മറ്റ് സംസ്ഥാനങ്ങളിൽ യുവാക്കൾ സ്റ്റാർട്ടപ്പുകൾ നടത്തുന്നു. എന്നാൽ കേരളത്തിലെ യുവാക്കൾ SFIയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയാണ് എന്ന ഒരു ആരോപണവും അനിൽ ആന്റണി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല, നല്ല റെയിൽവേ സ്റ്റേഷനുകളില്ല, ബസ് സ്റ്റാൻഡ് ഇല്ല. ഇതിനൊക്കെ മാറ്റം വരേണ്ടത് അനിവാര്യമാണ് എന്നും അനിൽ ആന്റണി ചൂണ്ടിക്കാണിച്ചു. പത്തനംതിട്ടയുടെ വികസനത്തിന് NDA അധികാരത്തിലെത്തേണ്ടത് അത്യാവശ്യമാണ് എന്നും അനിൽ ആന്റണി ചൂണ്ടിക്കാണിച്ചു. ഇടതു വലത് സ്ഥാനാർത്ഥികൾ പ്രീണന രാഷ്ട്രീയം നടത്തുകയാണെന്നും ആന്റണി സൈനികരെ അധിക്ഷേപിച്ചുവെന്നും ഇങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കണോ എന്നത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്നും അനിൽ ആന്റണി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.